മുഹമ്മദ് റിളാ ഖാൻ ഫാദറെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവ റദ്വിയിൽ എഴുതി വെക്കുകയാണ്, കുമാരിമാരായ പെൺകുട്ടികൾക്ക് യൂസുഫ് നബിയുടെ കഥ വായിക്കാൻ കൊടുക്കരുത്. എന്താണിത്? ഖുർആനിന്റെ പാഠമാണ് യൂസുഫ് നബിയുടെ കഥ. പക്ഷേ കുമാരിമാരായ പെൺകുട്ടികൾക്ക് വായിക്കാൻ കൊടുത്താൽ സലീഖയുടെ പ്രണയം അവർ വായിച്ചു പോയാൽ അവരുടെ മനസ്സ് ചാഞ്ചാടാൻ ഇടയുണ്ട്. അതുകൊണ്ട് അവർ സൂറത്തുൻ നൂർ പഠിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് അവർ യൂസുഫ് നബിയുടെ കഥ വായിക്കട്ടെ. അതൊരു സൂക്ഷ്മതയുടെ വിധാനമാണ്, മഹാന്മാരുടെ ദിശണയുടെ ഊക്കാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ LKG മുതൽ പഠിച്ചു വരുന്ന ആധുനിക സാഹിത്യം മുഴുവനും വഴിവിട്ട പ്രണയത്തിൻ്റെതല്ലേ. ഷേക്സ്പിയറുടെ നാടകത്തിലൂടെ പഠിക്കുന്നത്, ഒഥല്ലയും ഡെസ്ഡെമോണയും പഠിക്കുന്നത് വഴിവിട്ട പ്രണയത്തിന്റെ കഥയല്ലേ. മലയാളത്തിലെ വലിയ വലിയ അവാർഡ് കിട്ടിയ പുസ്തകങ്ങളിലെ മുഴുവനും അകത്തളത്തിലുള്ളത് പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും കഥയല്ലേ. ഖസാക്കിന്റെ ഇതിഹാസത്തിന് പറയാനുള്ളത് എന്താണ്? തകഴിയുടെ ചെമ്മീരിന് പറയാനുള്ളത് എന്താണ്? അപ്പൊ ചിലപ്പോ നിങ്ങൾ ചോദിക്കും, മുള്ളിയാരെ നിങ്ങൾ ഇതെല്ലാം വായിച്ചിട്ടാണോ വയത് പറയാൻ വന്നത്? അല്ല, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന്റെ ഭാഗമായി വായിക്കേണ്ടി വന്നതുകൊണ്ട് പറയുകയാണ്. ഇത്തരം സാഹിത്യങ്ങളല്ലേ നമ്മുടെ മക്കള് പഠിക്കുന്നത്. എന്നാൽ അവരെ അരുതായ്മയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ മനസ്സിൽ ഈമാൻ സ്ഥാപിക്കാൻ നമ്മുടെ വീട്ടിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ മക്കൾ മുഴുവനും മോറൽ ഡീഗ്രഡേഷന് പറ്റുന്ന സാധനങ്ങളാ. ചാനലിലൂടെയും ബുക്കിലൂടെയും സിലബസിലൂടെയും കോളേജിലൂടെയും ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിയിലും മാസ്റ്റർ ലെവലിലും എല്ലാം നമ്മുടെ മക്കളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അരുതായ്മയുടെ അധ്യായങ്ങളിലേക്ക് പ്രചോദനം നൽകുന്നതാ. നമ്മുടെ അക്കാഡമിക് കരിക്കുലങ്ങളിലെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറയുന്നില്ല. ജീവിതോപാധിക്ക് ആവശ്യമായ ചില നിയമങ്ങളാ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ചിലര് വിചാരിക്കും നമ്മളിങ്ങനെ മതത്തിന്റെ ആളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാറുണ്ട്. അല്ല, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഇന്ത്യയിലെ 5 യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ്. അപ്പോൾ ഭൗതികമായ കലാലയങ്ങളുടെ മുറ്റങ്ങളിൽ നടക്കുന്ന അരുതായ്മയുടെ കൂമ്പാരങ്ങളുടെ നടുവിലേക്കാണ് നിങ്ങളുടെ മോള് രാവിലെ പോണത്. ഈമാനോടെ തിരിച്ചു വരാൻ നിങ്ങൾ എന്താണ് ചെയ്തു കൊടുത്തത്? നിങ്ങളുടെ പൊന്നുമോൻ സന്ധ്യാസമയങ്ങളിൽ കവലകളിൽ നിന്ന് കമന്റ് അടിക്കുകയാണ്. രാവിലെ അതാ കുറെ ചെറുപ്പക്കാര് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. രാവിലെ ബസ് കയറാൻ വരുന്ന സ്കൂൾ കുട്ടികളെ ഒന്ന് കണ്ട് സമാധാനിക്കാനാണ്. ഇതുപോലെ വില കുറഞ്ഞ വിനോദങ്ങളുടെ ലോകത്തെ സമുദായത്തിന്റെ മക്കളില്ലേ കൂട്ടുകാരാ? ഈ ജീവിതം അങ്ങനെ അമ്മാനമാടി കളയാനുള്ളതല്ല. ഇതിനൊരു ലക്ഷ്യമുണ്ട് മോനെ. ഈ ജീവിതത്തിന് ഉദാത്തമായ ഒരു ഉന്നമുണ്ട്, അഭിമാനകരമായൊരു ലക്ഷ്യമുണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം നൈമിഷികമാണ്. നാളെ ഇതെല്ലാം വിട്ടെറിഞ്ഞു പോകേണ്ടതാണ്. ഒരു കൊമ്പനും ഒരു വമ്പനും ഒരു മുതലാളിയും ഒരു തമ്പുരാനും ഒരു ഭരണാധികാരിയും ഇവിടെ അവശേഷിച്ചിട്ടില്ല. എല്ലാവരും അവരുടെ ടൈം എത്തിയപ്പോൾ അവരന്ന് യാത്രയായി പോയതാണ്. അതുപോലെ ഞാനും നീയും ഇവിടുന്ന് പോകേണ്ടവരാണ്. എന്റെ വീടിന്റെ പണിയൊന്ന് തീർന്നോട്ടെ ഇസ്രായേലേ. ഇല്ല, വീടിന്റെ പണി തീരുന്നതിന് മുമ്പ് പള്ളിയത്ത് നിന്റെ വീടിന്റെ പണി തീർന്നു കഴിഞ്ഞു. എന്റെ മൂത്ത മോളെ ഒന്ന് കെട്ടിച്ചു കണ്ടോട്ടെ. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്തിയാല് എന്റെ ഭാര്യ ഒരു പൊന്നോമന കുഞ്ഞിനെ അതാ പള്ളിയിലെത്തിയിട്ട് 9ാമത്തെ മാസം ഞാനൊന്ന് കണ്ടോട്ടെ. ഇല്ല. അങ്ങനെ എത്രയെത്ര പുതുമാരന്മാർ ലോകത്തോട് വിട പറഞ്ഞു. എത്രയെത്ര നവവധുക്കളും നവവരന്മാരും ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവിന്റെ നിശ്ചയിച്ച സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച സമയം അങ്ങെത്തിയാൽ എന്നെയും നിങ്ങളെയും പിന്നെ ബാക്കിയാക്കുന്നതല്ല.
അതുകൊണ്ട് ഈ താൽക്കാലികമായ ദുനിയാവിന്റെ പളപളപ്പിലും മേനിമിടിപ്പിലും തുടിപ്പിലും ഇടിപ്പിലും ചലനത്തിലും വഞ്ചിക്കപ്പെടാതെ പാരത്രികമായ ലോകത്തിന്റെ വിധാനത്തേക്കല്ലേ മോനെ ചിന്തിക്കേണ്ടത്. അതാ മഹാന്മാരുടെ ആലോചനകൾ മുഴുവനും അവിടെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യാത്രയായില്ലേ. വരട്ടെ മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമനായ മഹാനായ സയ്യിദുനാ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹനീഫ തങ്ങൾ? ആരാണ്? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും മിൻ ഇയാലി അബീ ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരാണ്. ശാഫിഈ ഇമാം തങ്ങൾ മാലികി ഇമാം തങ്ങളോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ നിൽക്കുന്ന തൂണ് സ്വർണമാണെന്ന് അബൂ ഹനീഫ വാദിച്ചാൽ ഞാൻ ഗണ്ണിക്കാൻ പോവില്ല. അത് സ്ഥിരപ്പെടുത്താൻ മാത്രമുള്ള ബുദ്ധിയുള്ള മഹാനാണ്, ബുദ്ധിയുടെ കേന്ദ്രമാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ. സാധുവായ ഞാൻ അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് കോഴിക്കോട് കടപ്പുറത്ത് സംസാരിച്ച 6 മണിക്കൂർ CD ഉണ്ട്. അതിൽ വിശദമായി ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, ആ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? ഗവൺമെന്റ് പറഞ്ഞു അബൂ ഹനീഫ ഇമാം തങ്ങളോട് ജഡ്ജിയാകാൻ. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു എനിക്കാവൂല, കാരണം രാജാക്കന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് ഫത്വ കൊടുക്കാൻ എന്നെ കിട്ടൂല. ഞാൻ അല്ലാഹുവിന്റെ ദീനിനനുസരിച്ചല്ലാതെ ഫത്വ കൊടുക്കാൻ പറ്റൂല. രാജാക്കന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് ഫത്വ ഇറക്കാൻ എന്നെ കിട്ടൂല. അബൂ ഹനീഫ ഇമാം തങ്ങൾ ആരാണ്? കോടിക്കണക്കിന് അനുയായികളുള്ള പണ്ഡിതനാണ്. അബൂ ഹനീഫ തങ്ങളെ ചാട്ടവാറ് കൊണ്ടടിച്ചില്ലേ? ക്രൈസ്തവ ജനതയല്ല, ജൂത ജനതയല്ല, ബഹുദൈവാരാധകരല്ല, ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണകൂടമാണ്. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ടടിച്ച് പരവശനാക്കിയിട്ട് ജയിലിന്റെ ഉള്ളിലേക്കങ്ങ് തള്ളി. മറിക്കൂ മോനെ, താരീഖ് ബഗ്ദാദ് എഴുതുന്നു ഖതീബുൽ ബഗ്ദാദി. മറിക്കൂ മോനെ, അഖ്ബാറു അബീ ഹനീഫ വായിക്കൂ മഹാനവറുകളുടെ ചരിത്രം. ആ മഹാനായ ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിനെ ഇപ്പോഴും ഒന്ന് പോയി നോക്കുമോനെ. പരിസരം മുഴുവനും ബോംബ് വീണ് പൊടിപൊടിയായി കിടക്കുമ്പോഴും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയ്ക്കൊരു കേടും വന്നിട്ടില്ല. ഞങ്ങൾ ബഗ്ദാദിലെ അഅ്ലമിയിൽ ചെല്ലുമ്പോൾ പരിസരം മുഴുവനും ബോംബ് കൊണ്ട് തകർന്നു കിടക്കുന്നുണ്ട്. അവിടുത്തെ കൊച്ചുമക്കൾ കുറെ ഞങ്ങളുടെ വാഹനത്തിന്റെ അടുക്കലേക്ക് വന്നു. ഞങ്ങളുടെ കയ്യിലുള്ള ചില്ലറ കിട്ടാനാണ്, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കിട്ടാനാണ്. അവര് കൂടെ നടന്നിങ്ങനെ പറയാണ്, അവിടെ ഒരു ഭിത്തിയിൽ ഒരുപാട് ആളുകളുടെ ഫോട്ടോ പതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അമേരിക്കൻ ആക്രമണത്തിൽ മരിച്ചുപോയവരുടെ ഫോട്ടോകളാണ്. അതിൽ ഖാലിദ് എന്നൊരു കുട്ടി പറയാണ് എന്റെ എളാപ്പാതിൽ കൊല ചെയ്യപ്പെട്ട ആളാണ്. വേറൊരു കുട്ടി പറയാണ് എന്റെ വാപ്പ ഇവിടെ വെടികൊണ്ട് മരിച്ച ആളാണ്. ആ മക്കളിങ്ങനെ പഠനമില്ല, പള്ളിക്കൂടമില്ല, പള്ളിയില്ല, പാതിരിയില്ല, പശിയടക്കാൻ വകുപ്പില്ല. തകർന്ന തരിപ്പണമായ ബഗ്ദാദിന്റെ മണ്ണിൽ ഇടിപൊളിയായ വീടുകളുടെ മൂലയിൽ കഴിയുന്ന ഓമന മക്കള് വിദേശികളെ കണ്ടപ്പോ ഓടി വന്നതാണ് വല്ലതും കിട്ടാൻ. അങ്ങനെയുള്ള ആ നാട്ടിൽ മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങളുടെ മഖ്ബറ കണ്ടില്ലേ? രാജകീയമായി ഉയർന്നു നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വരാം. മഹാനായ ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിനെ
ചാട്ടവാറ് കൊണ്ടടിച്ച് പരവശനാക്കിയിട്ട് ജയിലിന്റെ ഉള്ളിലേക്ക് തള്ളി. കൊലക്കത്തിയെടുത്ത് മാനവരുകളെ ഭീഷണിപ്പെടുത്തി. ഓ അബൂ ഹനീഫ, നിങ്ങളുടെ നിലപാട് മാറണം. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, മാറൂല്ല. ജയിലഴിയുടെ അകത്തളത്തിലിട്ട് കഠാര കാണിച്ച് ഭയപ്പെടുത്തുമ്പോഴും അല്ലാഹുവിനെ ഭയന്ന ആലിമിന് ഭയമില്ല. മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾക്ക് വിഷം കലർത്തിയെന്ന് കൊടുത്തു. ഉള്ളിലെത്തിയപ്പോഴാണ് അറിയുന്നത് വിഷം ഉള്ളിലെത്തിയിട്ടുണ്ടെന്ന്. ആരാ മോനെ? ഒരു പള്ളിയിലെ മുലിയാരല്ല, കേവലം ഒരു പള്ളിയിലെ മുക്രിയല്ല, ഒരു മഹല്ലിന്റെ ഖാദിയല്ല, ലോകം മുഴുവനും വിവരം കൊണ്ട് നിറച്ച ഇമാമുൽ അഅ്ലം തങ്ങളെ ഈ സമുദായത്തിന്റെ പേരിലുള്ള ധിക്കാരികൾ കാണിച്ച അതിക്രമത്തിന്റെ ചരിത്രമാണ് ഞാൻ വായിക്കുന്നത്. ആ മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങള് വിഷം അകത്തെത്തിയെന്നറിഞ്ഞപ്പോൾ സജദ ലില്ലാഹ്, സുജൂദിലേക്കങ്ങ് വീണു. ഇതെന്റെ യാത്രയുടെ സമയമാണെന്നറിഞ്ഞു. സുജൂദിൽ കിടന്നുകൊണ്ട് ഇമാമുൽ അഅ്ലം തങ്ങൾ ജയിലിൽ വെച്ച് വഫാത്തായി പോയി. ഇന്നാ ലില്ലാഹ്. ചോദിക്കട്ടെ സഹോദരാ, ചാട്ടവാറ് കൊണ്ടടിച്ചത് കൊണ്ട് ഒരു ആലിമിന്റെ വിലാസം പോയോ? ഇല്ല ഇല്ല. ഭീഷണിപ്പെടുത്തി ജയിലിൽ അടച്ചത് കൊണ്ട് ഒരു ആലിമിന്റെ വിലാസം പോയോ? ഇല്ല ഇല്ല. ജയിലിൽ കിടന്ന് വഫാത്തായി എന്ന കാരണത്താൽ അബൂ ഹനീഫ തങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇല്ല ഇല്ല. ഇനി ഞാൻ ഒരു ഭാഗം കൂടെ ചോദിക്കട്ടെ. ആ ഇമാമുൽ അഅ്ലം തങ്ങളെ ചാട്ടവാറ് കൊണ്ട് തല്ലി പഴിപ്പിച്ച് ജയിലറയിലേക്ക് വലിച്ചു തള്ളിയിട്ട് ജനാസ പുറത്തേക്ക് കൊടുത്ത ആ കാലത്തെ കാപാലികന്മാരായ ഭരണാധികാരികൾ ആരെങ്കിലും ഈ ലോകത്തിന് ആവശ്യമുണ്ടോ? അപ്പോൾ മഹാന്മാരായ ഇമാമുകളെ മുഴുവനും കൽത്തുറുങ്കിലടച്ച ധിക്കാരികളായ ഭരണാധികാരികൾ അന്ന് കൊട്ടാരത്തിൽ ജീവിച്ചവരാ, സപ്രപഞ്ചങ്ങളിൽ കഴിഞ്ഞവരാ, വെപ്പാട്ടികളെ വെച്ചവരാ. ആ രാജ്യത്തിൽ ചലിക്കണമെങ്കിൽ അവർ ഓർഡർ ഇടണമായിരുന്നു. എല്ലാം പോയി ഗുസർ ഗയാ, ഹം തോ ഭി ഭൂൽ ഗയാ. നമ്മളെ മറന്നു കളഞ്ഞു, ലോകം അവഗണിച്ചു. ഊതിക്കാച്ചിയ പൊന്നു പോലെ മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾ ഉയർന്നു നിൽക്കുക. കേരളത്തിൽ എത്ര ഹനഫി പള്ളികൾ, തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഡൽഹി, അങ്ങനെ പോയാൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം ഒഴികെ ഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളിലും ഹനഫി മദ്ഹബുകാരാ. അബൂ ഹനീഫ ഇമാം തങ്ങൾ കൈകെട്ടാൻ പറഞ്ഞതുപോലെ കെട്ടിയിട്ട് നിസ്കരിക്കുന്നവരാണ്. അബൂ ഹനീഫ ഇമാം തങ്ങൾ അത്തഹിയ്യാത്ത് ഓതാൻ പറഞ്ഞ പോലെ ഓതണോല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഓതു എടുക്കുന്നവരാ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നവരാണ്. അതല്ലേ മോനെ ആലിമീങ്ങളുടെ വിലാസം. അവർക്ക് സമകാലികരിൽ നിന്ന് വളരെയേറെ എതിർപ്പുകൾ ഉണ്ടാകാം, പക്ഷേ കാലം അവരെ മറക്കൂല, അവരെ മറക്കൂല. കാരണം അവരുടെ ലക്ഷ്യം അധികാരമല്ല, അവരുടെ ലക്ഷ്യം അംഗീകാരമല്ല, അവരുടെ ലക്ഷ്യമോ കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ ദീനം ഉയർത്തിപ്പിടിക്കലാണ്. ഇനി വരൂ, രണ്ടാമത്തെ ഇമാമാരാണ്. ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അഥവാ മാലിക് ഇമാം. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? 40 കൊല്ലം മദീനത്ത് ദർസ് നടത്തിയ മഹാനാണ്. ഉളുഓടുകൂടിയല്ലാതെ ഒരൊറ്റ ഹദീസിന്റെ ദർസും നടത്തിയിട്ടില്ല.
അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് പറയുമ്പോൾ ഖിബിലയ്ക്കു നേരെ അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശിയിട്ട് ചിട്ടകൾ പാലിച്ചിട്ടല്ലാതെ ഹദീസിന്റെ ദർസ് നടത്തിയില്ല. മദീനത്ത് ചെരുപ്പിട്ട് നടന്നില്ല. മദീനയിലൂടെ വാഹനത്തിന്മേൽ സഞ്ചരിച്ചില്ല. കാരണമെന്തേ? അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന മണ്ണാണ് മദീനേ കെ ഖിത്തേ ഖുദാ തുജോ കോ രഖേ ഗരീബോ ഫഖീറോ കെ ഠഹരാനെ വാലേ. ഇത് മദീനയുടെ മണ്ണാണ്. ഹറം കി ജമീനോർ ഖദം രഖ് കെ ചൽനാ അരേ സർ കെ മൗഖഅ ഓ ജാനെ വാലേ. ഹറം കി ജമീൻ, ഇത് ഹറമിന്റെ മണ്ണാണ്. ഓർ ഖദം രഖ് കെ ചൽനാ, എന്നിട്ട് കാല് വെച്ച് നടക്കുകയോ. അരേ അറിയണേ സർക്കം മൗഖഅ, ഇത് തല വെച്ച് നടക്കേണ്ട ഭൂമിയാണ്. ഓ ജാനെ വാലേ, യാത്രികരെ യാത്രികരെ, ഇത് തല വെച്ച് നടക്കേണ്ട നാടാണ്. മദീനേ കെ ഖിത്തേ ഖുദാ തുജോ കോ രഖേ ഗരീബോ ഫഖീറോ കെ ഠഹരാനെ വാലേ. മദീനയുടെ മണ്ണ് അത് അല്ലാഹ് നിശ്ചയിച്ച മണ്ണാണ്. അത് പാവങ്ങളുടെ അത്താണിയാണ്, അശരണരുടെ ആശ്രയമാണ്, ആലംബഹീനരുടെ അവലംബമാണ്, പഥികരുടെ സഞ്ചാര കേന്ദ്രമാണ്. അങ്ങനെയുള്ള മദീനയുടെ മണ്ണിൽ കിടന്ന് ലോകത്തിന്റെ ചലനങ്ങൾ അറിയുന്ന നായകരെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങളുടെ ചാരത്തിരുന്നിട്ട് ഹദീസ് ദർസ് നടത്തിയ മഹാൻ. ചിലപ്പോഴൊക്കെ ഹദീസ് ഓതിക്കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ മേലെ കൈവച്ചിട്ട് പറയും, ഈ കിടക്കുന്ന നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എന്ന് പറയും. ഷാഫി ഇമാം അവിടെ ഓതിയ മുത്തഅല്ലിമാണ്. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, എന്റെ ഉസ്താദായ മാലിക് ഇമാം തങ്ങൾ ചിലപ്പോൾ ഹദീസ് പറഞ്ഞു തരുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന നേതാവെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരാറുണ്ട്. ആ മഹാനായ മാലിക് ഇമാം തങ്ങൾ മുസ്ലിം ഭരണാധികാരികൾക്ക് അനുകൂലമായി ഫത്വ കൊടുത്തില്ല. ഭരണാധികാരികളുടെ താല്പര്യത്തിനൊത്ത് ഫത്വ കൊടുത്തില്ല. അതിന്റെ പേരിൽ മഹാനായ മാലിക് ഇമാം തങ്ങളെ ജയിലിൽ അടച്ചു. ആരാണ് മാലിക് ഇമാം? മദീനയിൽ നിന്ന് മക്കയിലേക്കല്ലാതെ നാടുവിട്ട് യാത്ര ചെയ്യൂല. കാരണം മദീന സ്വർഗീയ ആരാമമാണ്. മക്ക അല്ലാഹു ആദരിച്ച ഭൂമിയായതിനാൽ അവിടേക്കല്ലാതെ വേറെവിടേക്കും യാത്ര ചെയ്യാത്ത വിധം മദീനയെ ബഹുമാനിച്ച മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറുകൊണ്ടടിച്ച് പരിച്ഛേദിതനായി ജയിലിലിട്ട് പീഡിപ്പിച്ചിട്ട് അവസാനം പുറത്തിറക്കി വിടുമ്പോ ആളുകൾ ചോദിക്കുകയാണ്, ഇത് പഴയ മാലിക് ഇമാം തന്നെയാണോ? വല്ലാതെ രൂപം മാറിപ്പോയല്ലോ. അവസാനം രാജ്യത്തിന്റെ ഖലീഫ വന്നു. ഖലീഫ വന്നിട്ട് പറഞ്ഞു, ഓ മാലിക്കേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രമിച്ചയാൾക്കെതിരെ നിങ്ങൾക്ക് പരിഹാരമായി പ്രതികാരം ചെയ്യാൻ അനുമതി തരാം. വേണ്ട വേണ്ട, ഞാൻ ആരോടും പ്രതികാരത്തിനില്ല. അങ്ങനെ പറഞ്ഞ മാലിക് ഇമാം തങ്ങൾ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനല്ലേ. ആ മഹാനവറുകളെയും മുസ്ലിം പേരുള്ള ഭരണാധികാരികളെ ജയിലിൽ ഇട്ട് പീഡിപ്പിച്ചു കളഞ്ഞില്ലേ. നീണ്ട ചരിത്രമാണ്, ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ഇമാമിനെ നോക്കൂ. ആരാണ് ഇമാമുന? ഇമാമുന ശാഫിഈ
റളിയല്ലാഹു അൻഹു യമനിൽ ഖാദിയാണ്. ബഗ്ദാദിലേക്ക് ഖലീഫ വിളിപ്പിച്ചു. ആരോപണങ്ങൾ മുസ്ലിം ഭരണാധികാരികൾ ശാഫി ഇമാം തങ്ങൾക്കെതിരെ ആരോപണം നടത്തി. രാജ്യദ്രോഹിയാണെന്ന് ചില ആളുകൾ പോയി ഖലീഫയ്ക്ക് പറഞ്ഞു കൊടുത്തു. ആരാ? 10ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10,000-കണക്കിന് ഹദീസ് പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ തങ്ങൾ. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കിയ മഹാൻ, ഒരു കറാഹത്തും ചെയ്യാത്ത മഹാൻ. 10ാം വയസ്സിൽ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടിട്ട് തുപ്പുനീര് നാവിൽ വാങ്ങിയെന്ന് ഇമാം ബൈഹഖി മനാഖിബുൽ ഇമാം ശാഫിഈ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ബഗ്ദാദിലെ ഭരണാധികാരിയുടെ കോട്ടകൊത്തളത്തിലേക്ക് കൊണ്ടുവന്നു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നല്ല തന്റെ ഇടത്തോടെ കടന്നു ചെല്ലുകയാണ്. അവിടുത്തെ അധരങ്ങൾ ചലിക്കുന്നുണ്ട്, ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്. റബീഅ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നോക്കി നിൽക്കുകയാണ്. റബീഅ റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കുമ്പോൾ ശാഫിഈ ഇമാം തങ്ങളെ കൊല്ലാൻ പോവാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാനാണ് വിളിച്ചു വരുത്തിയത്. പക്ഷേ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അധരങ്ങൾ മന്ത്രിക്കുന്നുണ്ട്. കൊല്ലാൻ വിളിച്ച രാജാവ് അറിയാതെ ചാടിയങ്ങ് എഴുന്നേറ്റ് പോയി. ക്ഷേമാന്വേഷണം നടത്തിയിട്ട് മഹാനവറുകളെ തിരിച്ചങ്ങ് വിടുമ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ഇമാം അവറുകളെ, അവിടുന്ന് മന്ത്രിച്ചത് എന്തായിരുന്നു? അല്ലാഹുവിലേക്ക് കാവൽ തേടിയിട്ട് മന്ത്രം ചൊല്ലി വന്ന മഹാൻ. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾ തന്നെ ഒറ്റിക്കൊടുത്തിട്ട് ശാഫിഈ ഇമാം തങ്ങൾ എന്ന ഒരു കറാഹത്തും ചെയ്യാത്ത മഹാനെ അതാ കോട്ടകൊത്തളത്തിലേക്ക് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയില്ലേ? ശാഫിഈ ഇമാം എത്ര വലിയ മഹത്വമുള്ള നേതാവാണ്. ഇനി 4ാമത്തെ മദ്ഹബിന്റെ ഇമാം ആരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. ഖുർആൻ സഹിയാണെന്ന് വാദിക്കാത്തതിന്റെ പേരിൽ, മുസ്ലിമിന്റെ പേരിലുള്ള ഭരണകൂടമല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചടിച്ചടിച്ച് മഹാനവറുകളുടെ തുണിയങ്ങ് അഴിഞ്ഞു പോകാൻ നേരെ ഒരൊറ്റ വിളിയാണ്, അല്ലാഹുവേ എന്നെ അയ്ബാക്കല്ലേ അല്ലാഹ്. 2 കൈ വന്നിട്ട് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ തുണിയങ്ങ് താങ്ങി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അടിച്ച് പരവശനാക്കിയിട്ട് ജയിലിൽ കൊണ്ട് കിടത്തി. ആ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീട്ടിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുസ്ലിം ഗവൺമെന്റിന്റെ പട്ടാളം വന്നു. നിസ്കാര സലാം വീട്ടാൻ അവസരം നൽകിയില്ല. മഹാനവറുകളുടെ കാലിലേക്ക് ചങ്ങലയിട്ട് കയ്യിൽ വിലങ്ങിട്ട് അതാ ഒരു കുതിരയുടെ പുറത്തേക്ക് മാറ്റിയിട്ട് അതിവേഗം കൊണ്ടുപോകുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, 2 പ്രാവശ്യം ഞാൻ വീഴാനായി പോയി. എങ്ങനെയോ ഞാൻ വീഴാതിരുന്നതാണ്. അങ്ങനെ രാത്രിയിൽ കൊണ്ടുപോയി ഇരുട്ടറയിലെ ജയിലിൽ എന്നെ കൊണ്ട് കിടത്തി. ഞാൻ നോക്കി എന്തു ചെയ്യാനാണ്? കയ്യിൽ വിലങ്ങാണ്, കാലിൽ ചങ്ങലയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജയിലിൽ അടച്ചത് ക്രൈസ്തവ സഭകളല്ല, വേറെ ഏതെങ്കിലും മതവിഭാഗമല്ല, ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ച് പാതിരാത്രി ഇരുട്ടുള്ള അറയിലേക്ക് കൊണ്ടിട്ടപ്പോ മഹാനവറുകളെ മെല്ലെ ഇരുട്ടത്തിങ്ങനെ തപ്പി പോയപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളമിരിക്കുന്നത് അനുഭവപ്പെട്ടു. അതിൽ നിന്ന് വിലങ്ങുള്ള കൈ കൊണ്ട് ഒന്നുവെടുത്തിട്ട് ഖിബില പോലും അറിയാനില്ല ആ ഇരുട്ടറയിൽ നിന്ന് നിസ്കരിച്ചു അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി.
പിടിച്ചു. സുബഹി കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോയി മഹാനവറുകളെ ചാട്ടവാറുകൊണ്ട് തല്ലി. അവസാനം മൃതപ്രായനായപ്പോൾ താങ്ങിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അബ്ദുള്ള എന്ന മകൻ അവിടെയുണ്ട്. പൊട്ടിക്കരഞ്ഞുപോയി. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ജീവിക്കുന്ന കാലത്താണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് പീഡനമുണ്ടായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ മുഹമ്മദ് ബിൻ ഇദ്രീസേ, അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയോട് പറയണം, ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വാദത്തിൽ നിന്ന് മാറാൻ പാടില്ല. എതിരാളികൾ ഏതൊക്കെ അക്രമം അഴിച്ചു വിട്ടാലും അല്ലാഹുവിന്റെ കലാമിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് അഹ്മദ് ബിൻ ഹംബലിനോട് പറയണേ എന്ന് പറഞ്ഞപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു കത്തെഴുതിയിട്ട് ശാഫി ഇമാം തങ്ങൾ കൊടുത്തുവിട്ടു. ആ കത്തെഴുതിയിട്ട് അവസാനം അതിൽ ശാഫി ഇമാം തങ്ങൾ എഴുതി, അതാ എതിരാളികളെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന നേരത്തെ അല്ലാഹുവിന്റെ ഖുർആൻ കലാമാണെന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ മർദ്ദിച്ചത്, അപ്പോഴണിഞ്ഞിരുന്ന കുപ്പായം എനിക്ക് കൊടുത്തുവിടണേ. ശാഫി ഇമാം തങ്ങൾ ഉസ്താദാ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശിഷ്യനാ. ആ ശിഷ്യനോട് പറയാണ്, അവിടുന്ന് എതിരാളികളെ തല്ലുന്ന സമയത്തിട്ട കുപ്പായം കൊടുത്തുവിടണേ മോനെ. റബീഅ റളിയല്ലാഹു അൻഹു കുപ്പായം കൊണ്ട് ഈജിപ്തിലേക്ക് വന്നപ്പോ അത് വെള്ളത്തിലിട്ട് നനച്ചിട്ട് ആ വെള്ളം കൊണ്ട് ബറക്കത്തെടുത്തു ഇമാമുന ശാഫിഈ തങ്ങൾ. തബഖാത്ത് ശാഫിഈയത്തുൽ കുബറയിൽ കാണാം. നോക്കൂ ഇമാം സുബ്കി റഹിമഹുല്ലാഹ്. അപ്പോൾ 4 മദ്ഹബിന്റെ ഇമാമുകളും പീഡനങ്ങളുടെ പരമ്പരകൾ അനുഭവിച്ചു. ജയിലറകളിൽ കഴിഞ്ഞു, യാതനകൾ അറിയുകയാണ്. സഹോദരന്മാരെ, ഇതുപോലെയാണ് ആലിമീങ്ങൾക്ക് ഓരോ കാലത്തും എതിർപ്പുകളുണ്ട്. മഹാനായ ഇമാമുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു ആരാണ്? ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ഇമാം ബുവൈത്തി. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഇമാമായി നിസ്കരിച്ചത് ഇമാം ബുവൈത്തി റഹിമഹുള്ളയാണ്. ആ ബുവൈത്തി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ചങ്ങലയിലിട്ട് കെട്ടിവലിച്ചില്ലേ? ചരിത്രം വായിച്ചു പറയാനുള്ള നേരമില്ല. ആ മഹാനായ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ കൊണ്ടുപോയിട്ടു. വെള്ളിയാഴ്ചയാകുമ്പോ ബുവൈത്തി ഇമാം കരയുകയാണ്, അല്ലാഹുവേ, നിന്റെ പള്ളിയിൽ വന്ന് ജുമുഅ നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഒതുവെടുത്ത് ഒരുങ്ങിയിട്ട് ജയിലിന്റെ വാതിൽക്കൽ വരെ ബുവൈത്തി ഇമാം തങ്ങൾ വരും. എന്നിട്ട് പറയും, അല്ലാഹ്, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയുന്നില്ല. ഈ നിലക്ക് കണ്ണീര് വർത്തമാനല്ലേ ഇമാമുൽ ബുവൈത്തി റഹിമഹുല്ലാഹ്. ഇനിയും വേണോ സഹോദരങ്ങളെ? ചരിത്രത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഉദാഹരണം പറയാനുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വീകാര്യമായ ഗ്രന്ഥമേതാണ്? സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ സമാഹർത്താവായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപം കൊണ്ട് ശല്യപ്പെടുത്തിയെന്ന് മാത്രമല്ല, കൊല ചെയ്യാൻ വരെ ഒരുങ്ങിയിട്ടല്ലേ ബുഖാറിയിൽ നിന്ന് മഹാനായ ശാഫി ബുഖാരി ഇമാം തങ്ങൾ അവളാ സമർഖന്ദ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് മാറി വരേണ്ടി വന്നത്. സമർഖന്ദിലെ ഹർത്തങ്കിലാണ് ഇമാം ബുഖാരി തങ്ങൾ വിശ്രമിക്കുന്നത്. പക്ഷേ ചരിത്രത്തിനൊരു സ്വഭാവമുണ്ട്. ആക്രമിക്കപ്പെട്ട ഒറ്റ ഇമാമിനെയും ലോകം മറന്നിട്ടില്ല. ആക്രമിച്ച ഒരു ഭരണാധികാരിയെയും ഒരു കൊമ്പനെയും ഒരു മേലാളനെയും കാലം ബാക്കി വെച്ചിട്ടില്ല. അതാ സമർഖന്ദിലെ ഹർത്തങ്കിൽ 3-4 ഏക്കർ വലിയ പൂന്തോട്ടമായി ഒരു കീട്ട് മാനം മുട്ടുന്ന കുബ്ബയുടെ താഴെ
മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഖബറിന്റെ ഉള്ളിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കിടക്കുന്നത്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ നിലക്ക് മഹാനവറുകൾ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലെ ഖറത്തെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഏക്കർ കണക്കിന് വിശാലമായ പൂന്തോട്ടത്തിന്റെ നടുവിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ സിയാറത്തിന് വരുന്ന സ്ഥലമാണ് മഖ്ബറത്തുൽ ഇമാമിൽ ബുഖാരി. ശാഫി ഇമാം തങ്ങളുടെ മഖ്ബറയിലും ആളൊഴിയുന്നില്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെയും ജനങ്ങൾ ഒഴിയുന്നില്ല. അതാ മഹാനായ മാലികി ഇമാം തങ്ങൾ മദീനയിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്നും രാവിലെയും വൈകുന്നേരവും ആയിരക്കണക്കിന് ജനങ്ങളല്ലേ ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നിട്ട് സലാം പറയുന്നത്. അവിടെയാണ് മാലികി ഇമാം റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. അപ്പോൾ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ഇൽമും ദീനും പരിപാലിച്ചു നിന്നതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും യാതനകളും അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അവർക്ക് പദവി ഉയർത്തിയതാണ്. ഞാനിങ്ങനെ വായിക്കാൻ നോക്കിയാൽ മഹാനായ നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മസ്അല അങ്ങ് പറഞ്ഞപ്പോൾ നബവി ഇമാം തങ്ങൾ പറഞ്ഞു, സുന്ദരന്മാരായ ആൺകുട്ടികൾ തെറ്റായ ചിന്തകൾ പുരുഷന്മാർക്ക് ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ആൺകുട്ടികളുമായി ഒറ്റപ്പെട്ട് കഴിയാനോ അമിതമായി അവരോട് ഇടപെടാനോ പാടില്ല എന്ന നിയമം മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് ഉറക്കെ പറഞ്ഞു. അപ്പോൾ നബവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു. കുറെ ചെറുപ്പക്കാരായ കുട്ടികളെ പറഞ്ഞു വിട്ടു നബവി ഇമാമിനെ കളിയാക്കാൻ. നബവി ഇമാം തങ്ങളെ കളിയാക്കാൻ കുറെ കുട്ടികളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ കുട്ടികൾ എന്നിട്ട് ചോദിക്കാണ്, നബവി ഇമാം തങ്ങളെ വിവാഹം കഴിക്കാൻ മറന്ന മഹാനാണ്, ഇൽമു കൊണ്ട് ജോലിയായ മഹാനാണ്, പ്രായപൂർത്തിയായ ശേഷം മരണം വരെ ഒരു വഖത്തും ജമാഅത്ത് മുടങ്ങാത്ത മഹാനാണ്, ഒരു ദിവസവും വിത്ർ മുടങ്ങാത്ത മഹാനാണ്, ഒരു രാത്രിയും തഹജ്ജുദ് മുടങ്ങാത്ത മഹാനാണ്, ലോകത്തെ മുഴുവനും സ്വീകാര്യമായ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ആ മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് ചെറുപ്പക്കാരായ കുട്ടികൾ വന്ന് കളിയാക്കിയപ്പോ നബവി ഇമാം തങ്ങളൊരൊറ്റ നോട്ടമാണ്. കളിയാക്കാൻ വന്ന കുട്ടികളുടെ മുഖത്തെ മാംസം ഉരുകി ഒലിക്കും പോലെ ഒലിച്ചുപോയി എന്ന് ചരിത്രം പറഞ്ഞില്ലേ? ആ നബവി ഇമാം തങ്ങളെയും വെറുതെ വിട്ടില്ല, സുബ്കി ഇമാം തങ്ങളെ വെറുതെ വിട്ടില്ല, കൊല്ലാൻ കൊണ്ടുപോയില്ലേ? ഉലമാ ഉമ്മത്തി കംബിയാഇ ബനി ഇസ്രായീൽ, ഇസ്രായേലിലെ പ്രവാചകന്മാരെ എത്ര പേരെയാണ് കൊന്നുകളഞ്ഞത്? അതുപോലെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെയും കൊല്ലാൻ ശ്രമിക്കുന്നവരും കൊന്നുകളഞ്ഞവരും ഉണ്ടാകുമെന്നല്ലേ ഹദീസ് പഠിപ്പിക്കുന്നത്? എന്റെ സാധാരണക്കാരായ ജനങ്ങളെ, അതുകൊണ്ട് നമ്മൾ നല്ല ഈമാനോടെ ജീവിക്കണം. ഹഖായ ദീനിൽ ജീവിക്കാൻ വളരെ വലിയ പ്രയാസമാണ്. കനൽ പദത്തിലൂടെ നടന്ന പണ്ഡിതന്മാരെ വായിച്ചാൽ, ഞാൻ ഈ പ്രസംഗത്തിന് വേണ്ടി മാത്രം നോക്കുമ്പോൾ ഒരു 4-5 ദിവസം ഇവിടെ പരമ്പര പറയാൻ മാത്രം ഇമാമിങ്ങളുടെ ചരിത്രമുണ്ട്. ഇമാമിനെ സുയൂത്തിയെ പറയാനുണ്ട്, ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങളെ പറയാനുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം നുഐം ഇബ്നു ഹമ്മാദ് തങ്ങളെ പറയാനുണ്ട്, നബവി ഇമാം തങ്ങളുടെ എത്രയോ ചരിത്രം പറയാൻ ബാക്കിയാണ്. താഊസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹയെ പറയാനുണ്ട്, അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പറയാനുണ്ട്. എത്രയോ ഇമാമുകളുടെ നീണ്ട ചരിത്രം ഞാൻ നിങ്ങളോട് തൊട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരെല്ലാം കനൽ പദത്തിലൂടെ നടന്നു നീങ്ങിയിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊണ്ട അലിമീങ്ങളാണ്. അവർക്ക് ലോകം മുഴുവനും കൂരമ്പുകൾ കൊണ്ടുവന്നിട്ടും അവരിളകിയില്ല, കുലുങ്ങിയില്ല. അവരെ അംഗീകരിക്കുന്ന ആളുകൾ ലോകത്ത്
അവസാനിച്ചില്ല. അതല്ലേ ആഖിറത്തിന്റെ ആലിമീങ്ങളുടെ ഗുണം. അതുകൊണ്ട് ഈമാനുള്ള ജനതയെ ആലോചിക്കണം. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിന്നത് ഭരണകൂടങ്ങളിലൂടെയല്ല, ആലിമീങ്ങളിലൂടെയാണ്. നിയമ പുസ്തകങ്ങളിലൂടെയല്ല, കിതാബുകളിലൂടെയാണ്, പണ്ഡിതന്മാരെഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയാണ് ഇവിടെ ദീൻ നിലനിന്നത്. മുഹദ്ദിസീങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയാണ്, ആലിമീങ്ങളുടെ സേവനത്തിലൂടെയാണ് ഇവിടെ ദീൻ നിലനിൽക്കുന്നത്. ആ ദീൻ ഇവിടെ മറഞ്ഞു പോയിക്കൂടാ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഞാൻ നീട്ടുന്നില്ല. എന്റെ ഉമ്മ പെങ്ങന്മാരോട് എനിക്ക് വിനയത്തോടെ ഒന്ന് പറയാനുണ്ട്. പെങ്ങളെ, ഈ സമുദായത്തിലെ സഹോദരിമാര് ഇന്ന് തെരുവോരങ്ങളിൽ ഉറഞ്ഞു തുള്ളിയിട്ട് അള്ളാനെ മറക്കുന്നൊരു കാലമാണ്. പർദയുടെ മറവിൽ പോലും അനാശാസ്യതകൾ ചെയ്യുന്ന കാലമാണ്. അള്ളാനെ മറന്നിട്ട് ഓടിച്ചാടി ജീവിക്കല്ലേ മോളെ. എന്തേ നിനക്ക് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ ചിന്തിക്കാൻ നേരമില്ലേ? ഞാനിവിടെ തൊട്ടടുത്ത് ചെക്കിയാട് വഴതിന് വന്നപ്പോൾ ഒരു കാര്യം എന്റെ സദസ്സിനോട് ചോദിച്ചിരുന്നു. അതാ ഞാൻ അതിന്റെ തലേന്ന് ഖത്തറിൽ സംസാരിക്കുമ്പോഴും ഞാൻ ചോദിച്ചിരുന്നു. നമ്മുടെയൊക്കെ സഹോദരിമാർ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ചെറുപ്പക്കാരികൾ, അവർക്കൊന്ന് സുലഭമായി ടെലിഫോണുണ്ട്, ആരെയും വിളിച്ചു വരുത്താൻ, എവിടേക്കും എത്തിപ്പെടാനുള്ള വാഹനമുണ്ട്, ആരെയും കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനുള്ള വീടുണ്ട്, എല്ലാ തോന്നിവാസങ്ങളും പരസ്യം ചെയ്യുന്ന ടെലിവിഷനുണ്ട്. ഇതിന്റെ നടുവിൽ ജീവിച്ചിട്ട് ഈ സമുദായത്തിലെ എത്ര പെൺകുട്ടികളാണ് വഴികേടായി പോയത്. കോഴിക്കോട് ജില്ലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ, ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറയുകയാണ്, സ്കൂളിൽ വരുന്ന 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നൊരു CD പിടിച്ചെടുത്തു. ആ CD എന്ന് പിടിച്ചെടുത്തപ്പോൾ ഓഫീസിൽ കൊണ്ടുപോയി പരിശോധിച്ചു. വളരെ വൃത്തികെട്ട ചിത്രങ്ങളാണതിൽ. ഇന്നാലില്ലാഹ്. ആ മകളെ വിളിച്ചു ചോദിച്ചു, മോളെ ഇതെവിടെന്ന് കിട്ടിയതാണ്? അത് ഉമ്മാന്റെ തലയിണയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. ഉമ്മാക്ക് എവിടെന്നാണ് ഈ CD ഒക്കെ കിട്ടുന്നത്? അതപ്പുറത്തെ ഏട്ടൻ കൊണ്ട് കൊടുക്കുന്നതാണ്. ഇന്നാലില്ലാഹ്. ഈ കുട്ടിയുടെ മാതാവിനെ സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ ആ തള്ള പറയാണ്, ഇതെന്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞാൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്തു കളയുമെന്ന്. എവിടെ എത്തിപ്പോയി മോനെ നമ്മുടെ സമുദായത്തിന്റെ സദാചാരബോധം? ഇതുപോലെ എത്ര അകത്തളങ്ങളിലാണ് അരുതായ്മകൾ ചീഞ്ഞു നാറുന്നത്. ഞങ്ങൾ സംഘടനയുടെ ഉണർത്ത് ജാഥയുമായി ഒരിക്കൽ എറണാകുളം ജില്ലയിലെത്തിയപ്പോൾ അന്ന് അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്താണ് അവിടെ? ഞങ്ങൾ എത്തിയ പ്രദേശമൊന്നും ഞാൻ കൃത്യമായി പേര് പറയുന്നില്ല. അതാ അവിടെ ഒരു വിഷയം നടക്കുകയാണ്. എന്താണ്? അതാ ഒരു ഗൾഫുകാരന്റെ ഭാര്യ അമ്മോശൻ കാക്കയുടെയും അമ്മായി അമ്മയുമുള്ള വീട്ടിൽ താമസിക്കുകയാണ്. അവളുടെ ചില ഇടപെടലുകൾ ഗുരുതരമാണെന്ന് കണ്ട അമ്മോശൻ കാക്ക വിലക്കി, മോളെ ഇങ്ങനെയാകരുതെന്ന്, നല്ല നിലക്ക് ജീവിക്കണമെന്ന് അവളോട് ഉപദേശിച്ചു. തെറ്റിന്റെ വഴിയിൽ പോകരുതെന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. ഇന്നാലില്ലാഹ്. 5 നേരവും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആ നല്ല മനുഷ്യന്റെ ജനാസ അതാ മേലത്തെ റൂമിൽ നിന്ന് കയറി താഴേക്ക് വീട്ടിന്റെ മുറ്റത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. വിവരമന്വേഷിച്ചു ചെല്ലുമ്പോൾ ഈ മരുമകൾ തല്ലിക്കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ്. എവിടെ എത്തിപ്പോയി ഈ സമുദായത്തിന്റെ സദാചാരബോധം? നമ്മൾ ചാടകളുടെ ലോകത്തല്ലേ ജീവിക്കുന്നത്? നമ്മൾ മോടികളുടെ ലോകത്തല്ലേ ജീവിക്കുന്നത്? വലിയ വീട് പണിയുന്ന തിരക്കിലല്ലേ നമ്മൾ? ഉയർന്ന വാഹനത്തിൽ പാറിച്ചീറുന്ന ചിന്തയിലല്ലേ നമ്മൾ? നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗരിമയിലല്ലേ നമ്മൾ?
അതേ സമയത്ത് കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങളുടെ മകന്റെയും മകളുടെയും മൊബൈലിൽ എത്ര അന്യപുരുഷന്മാരുടെ അന്യ സ്ത്രീകളുടെ ചിത്രമുണ്ട്, നമ്പരുണ്ട്. അവരുടെ സ്വതന്ത്രമായ സമയങ്ങളിൽ ആരോടൊക്കെയാണ് വ്യവഹാരം നടത്തുന്നത്. പാതിരാത്രി 12 മണിക്ക് അങ്ങാടിയിലെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നുകൊണ്ട് കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരന്റെ ഫോണിന്റെ അങ്ങേ തല ഏതോ ഒരു വീട്ടിലെ പ്രൈവറ്റ് റൂമിൽ കിടക്കുന്ന മുസ്ലിം പെണ്ണിന്റെ കീശയിൽ കിടന്ന് ചലിക്കുന്ന മൊബൈലല്ലേ. ഇന്ന് വലിയ വലിയ സൗകര്യങ്ങൾ വന്നപ്പോ നമ്മുടെ ഓരോ മക്കൾക്ക് ഓരോ റൂമില്ലേ, അതിന്റെ അകത്തളങ്ങളിൽ അവരുടെ കയ്യിൽ സ്വതന്ത്രമായ ഇന്റർനെറ്റ് സംവിധാനമില്ലേ, മൊബൈലുകൾ അവര് വ്യാപകമായി ഉപയോഗിക്കുന്നില്ലേ. എവിടെ എത്തിപ്പോയി മോനെ ഈ സമുദായത്തിന്റെ ഗതി? പറയുന്നവരെ പ്രതിക്കൂട്ടിലാക്കുകയല്ല വേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, 3 ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതല്ല. ആരാണ് സ്വർഗത്തിലേക്ക് കടക്കാതിരിക്കുന്ന 3 ആളുകൾ? ആരാണ്? ഹദീസിലൂടെ പറയുകയാണ്, സലാസുൻ ഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 3 ആളുകൾക്ക് നരകം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. 1 മുദ്മിനുൽ ഖംരി, 2 അൽ ആഖ് മദ്യപാനിയും കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനും മാതാപിതാക്കളോട് കുരുത്തക്കേട് കാണിക്കുന്നവനും, വദ്ദയ്യൂസു അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ. 3ാമതായി സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട ആളാരാണ്? ദയ്യൂസ് എന്ന് പറയുന്നയാളാണ്. ആ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാന്മാർ എഴുതിയില്ലേ, അയാളുടെ വീട്ടിൽ തോന്നിവാസങ്ങൾ നടന്നിട്ട് അയാൾക്ക് പരാതിയില്ല, മോള് അന്യന്റെ കൂടെ കറങ്ങിയിട്ട് പരാതിയില്ല, ഭാര്യ അന്യപുരുഷനുമായി തിരിയാൻ പോയിട്ട് പരാതിയില്ല, മക്കള് സിനിമ കാണുന്നതിൽ പരാതിയില്ല, മക്കള് സീരിയൽ കാണുന്നതിൽ പരാതിയില്ല. അങ്ങനെയുള്ളവനാണ്. അതാ എന്നിട്ട് മഹാന്മാർ എഴുതുകയാണ്, ഖാല ശൈഖ് അഹ്മദ് യാർഖാൻ റഹിമഹുല്ലാഹ് തഹത്ത ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇമാം അഹ്മദ് യാർഖാൻ റഹിമഹുല്ലാഹ് എന്ന മുഫസ്സിർ എഴുതുകയാണ്, അദ്ദയ്യൂസ് യഖറു ഫീ അഖീൽ ഖബസ. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വീട്ടിൽ നടക്കുന്ന അനാശാസ്യതകളിൽ പരാതിപ്പെട്ടവനാണ്. ഖാല ബഅദു ശാരിഹീൻ അല്ലാഹു വൽ മുറാദ മിനൽ ഖബരി അസ്സിന വഫാഇഹി ഐ മൻ ലാ യംനഉ അഹ്ലഹു മിന الزنا والفواحش والسفور مع القدرة ولا يبالي باختلاطهن مع الأجانب وغيرها من الأعمال الدالة على قلة الحياء فهو ديوث. ആരാണ് ദയ്യൂത്ത് എന്ന് പറഞ്ഞാൽ? മകളോ ഭാര്യയോ അന്യപുരുഷന്മാരുമായി ഇടകലരുന്നതിൽ ഇവന് യാതൊരു പരാതിയില്ല. കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാണ് സ്വന്തം ഭാര്യയോട്, അഥവാ എന്റെ കൂട്ടുകാരൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നതിൽ, അന്യപുരുഷന്മാരോട് ഇടവലരുന്നതിൽ, അതുപോലെ നമ്മുടെ പെൺമക്കള് പോയി അന്യപുരുഷന്മാരോട് ഇടകലരുന്നതിൽ പരാതിയില്ലാത്തവനാണ് ദയ്യൂത്ത്. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം ഹറാമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ചുറ്റുപാടൊന്നും ചിന്തിച്ചു നോക്കണം. നമുക്കാർക്കെങ്കിലും വല്ല പരാതി ഉണ്ടോ? 9ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായ മോള് 15ാമത്തെ വയസ്സിൽ SSLCക്ക് പഠിക്കുമ്പോൾ രാവിലെ പള്ളിക്കൂടത്തിലേക്ക് പോണ ഒരുത്തിന്റെ കൂടെ, വൈകുന്നേരം വരുന്നത് വേറൊരുത്തിന്റെ കൂടെ, ഇടക്ക് വെച്ച് വീട്ടിൽ 2 അവന്മാരും കൊണ്ടുവന്നു. മോളെ ഇതാരാ? എന്റെ ക്ലാസ്മേറ്റ്സ്. അവർക്ക് ചായയും കൊടുത്തു വിടുന്ന സംസ്കാരം ഈ സമുദായത്തിൽ വന്നു പോയില്ലേ? അതുകൊണ്ട് ഇത്തഖുല്ലാഹ്, പെങ്ങന്മാരെ, ഉമ്മമാരെ, വിനയത്തിന്റെ ഭാഷയിൽ, ഈമാനിന്റെ ഭാഷയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വയോടെ ജീവിക്കണം. സ്വകാര്യതയിൽ പോലും ഒരു അരുതായ്മയും വന്നുകൂടാ. നിങ്ങൾക്ക് നല്ലൊരു സ്വർഗ്ഗം അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പടച്ചവനെ അനുസരിച്ച് ജീവിച്ചാൽ. അതുപോലെ എന്റെ ചെറുപ്പക്കാരോട് പറയാണ്, മോനെ, ദുനിയാവിന്റെ ഭ്രാന്തിൽ നീ ദീനിനെ മറക്കാൻ പാടില്ല. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമോ?
ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആലിമീങ്ങൾ ആരാണ്? അവരുടെ ബുദ്ധി കൊണ്ട് അവർ കച്ചവടത്തിന് പോയെങ്കിൽ അംബാനിയെ വെല്ലുന്ന മുതലാളിയാകാൻ പറ്റുന്ന ബുദ്ധിമാന്മാരാണ്. പക്ഷേ അവരാ ബുദ്ധി അല്ലാഹുവിന്റെ ദീനിനാണ് ഉപയോഗിച്ചത്. അവർക്കുള്ള സംഘടനാ ശക്തി കൊണ്ട് അവർ പ്രവർത്തിച്ചെങ്കിൽ അവർ പ്രധാനമന്ത്രിയാകാൻ പറ്റുന്ന സംഘടനാ കഴിവുള്ളവരാണ്. പക്ഷേ അവരതിലേക്ക് തിരിയാതെ അവർക്ക് കിട്ടിയതെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ്. നമ്മുടെ ആലിമീങ്ങൾ ആരാണ്? അവരെങ്ങാനും രാഷ്ട്രീയത്തിൽ വന്നിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ കഴിവുള്ള ബുദ്ധിയുള്ളവരാണ്, തന്റെ ഇടമുള്ളവരാണ്, സംഘടനാ പാടവം ഉള്ളവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ സഹോദരാ, ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അത് നമ്മുടേതാകുന്ന ഗവൺമെന്റിന്റെ പൈസ ചെലവഴിച്ചിട്ടാണ്. വലിയ സമ്പന്നന്മാരോ അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ലോകം കാണാൻ പോകുന്നുണ്ട്. അതേ സമയത്ത് ആലിമീങ്ങളോ അവരുടെ കർമ്മം കൊണ്ട് നേടിയ യോഗ്യത കൊണ്ടാണ് അവർ ലോകം മുഴുവനും കടന്നു ചെന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവര് അമേരിക്കയിൽ പോയത് തലസ്ഥാനം കാണാനല്ല, അവര് ബ്രിട്ടനിൽ പോയത് രാജ്യം കണ്ടു വരാനല്ല, അവര് ഈജിപ്തിൽ പോയത് പിരമിഡ് കാണാനല്ല. അവരെവിടെ പോയാലും അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണമാണ്, ഇൽമിന്റെ പ്രചരണമാണ്, ആലിമീങ്ങളുടെ സേവനമാണ്. ഈ നിലക്ക് നിറഞ്ഞു നിൽക്കുന്ന ആലിമീങ്ങൾ നമുക്കുണ്ട്. അവർക്കെതിരെ പല വിധേനയുള്ള ആരോപണങ്ങളും വരാം. അത് ഇമാമീങ്ങൾക്ക് വന്ന ആരോപണമാണ്. സുബ്കി ഇമാമിനെതിരെ വൃത്തികെട്ട ആരോപണം പറഞ്ഞവരുണ്ട്. സുബ്കി ഇമാമ് തങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്. ഇമാമുൽ ശാദുലി തങ്ങൾക്കെതിരെ മോശമായ ആരോപണങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ ശാദുലി ഇമാമ് തങ്ങൾ വലിയൊരു തരീഖത്തിന്റെ നേതാവാണ്, വലിയ പണ്ഡിതനും സൂഫിയുമാണ്. അപ്പോൾ നമ്മൾ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല, ഒരു സയ്യിദിനെയും ചീത്ത പറയാൻ പാടില്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെയും നിന്ദിക്കാൻ പാടില്ല, ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ല. വലിയ ഖാദി ഖുദാത്തായ ഒരാളാണെങ്കിലും അഹ്ലു ബൈത്തിൽപ്പെട്ട ചെറിയൊരു കുട്ടിയെ കണ്ടാൽ ബഹുമാനിക്കണം. കാരണം ഇത് ഹബീബിന്റെ പേരക്കുട്ടിയാണ്. ഒരു സയ്യിദിനെയും ചീത്ത പറയാൻ പാടില്ല, ഒരു സയ്യിദിനെയും ആക്ഷേപിക്കാൻ പാടില്ല, ഒരു മഹാനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിന്റെയും മാംസം തിന്നാൻ പാടില്ല. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഏതോ ചില ആളുകൾ പറയുന്നത് കേട്ട് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ അടിമപ്പെട്ടുകൊണ്ട് നീ ഒരു ആലിമിനെയും ചീത്ത പറയാൻ നിൽക്കണ്ട. നീ ഇവിടെ കമന്റ് പറയുന്ന നേരത്ത് ആ ആലിമ സഹീഹുൽ ബുഖാരി ഓതുകയാണ്, ദർസ് നടത്തുകയാണ്. എടാ, നീ ഒരു പൊട്ടനായി എന്നല്ലാതെ ആ ആലിമ അല്ലാഹുവിലേക്ക് അടുക്കുന്ന അമല് ചെയ്യുകയാണ്. നീ ഒരു ആലിമിനെ ചീത്ത പറയുന്ന നേരത്ത് ആ ആലിം ഒരുപക്ഷെ അല്ലാഹുവിന് വേണ്ടി സുജൂദിലാണ്, തഹജ്ജുദിലാണ്, ഖുർആൻ പാരായണത്തിലാണ്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള യാത്രകളിലാണ്. നീ ആക്ഷേപിച്ചിട്ട് നിന്റെ ആഖിറം കേടുവരികയല്ലാതെ ആലിമീങ്ങളുടെ സ്ഥാനം നഷ്ടമാവൂല. അവര് ദുനിയാവിലെ സ്വർഗത്തിന് നിൽക്കുന്നവരല്ല, അവരാഖിറത്തിൽ സ്വർഗം പണിയുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരാളുടെ ആക്ഷേപവും വിഷയമല്ല. ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ, ഒരാക്ഷേപവും അവരെ ബാധിക്കൂല. അവര് ധൈര്യത്തോടെ മുന്നേറുന്നവരാണ് ആലിമീങ്ങൾ. അതുകൊണ്ട് ഞാനും നീയും വേണ്ടതെന്താണ്? ഇവിടെ ദീൻ നിലനിൽക്കണമെങ്കിൽ ആലിമീങ്ങൾ വേണം. പൈസ കൊണ്ട് മാത്രം ദീന് നിലനിൽക്കൂല, അധികാരം
അധികാരം കൊണ്ട് ദീന് നിലനിൽക്കൂല, ഇൽമു കൊണ്ടല്ലാതെ ഇവിടെ ദീന് നിലനിൽക്കൂല. ആ ഇൽമിന്റെ സേവകരായി നമ്മൾ മാറണം. ആലിമീങ്ങളാകാൻ നമ്മൾ ശ്രമിക്കണം. മുതഅല്ലിമീങ്ങളായി മക്കളെ അയക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊന്നുമില്ലെങ്കിൽ നീ ദീനിന്റെ മുഹിബ്ബാകണം, മുതഅല്ലിമീങ്ങളുടെ സേവകനാകണം, ആലിമീങ്ങൾക്ക് സേവകനാകണം. എന്റെ ഉമ്മമാരെ, നൊന്തുപെറ്റ ഓമനമോൻ നാളെ സ്വർഗത്തിൽ പോകുന്ന ആലിമാകണമെങ്കിൽ ഇപ്പോഴേ അവരെ പഠിപ്പിക്കണേ ഉമ്മ. ശാഫി ഇമാമിന്റെ ഉമ്മാക്ക് കിട്ടിയ ഭാഗ്യം ലോകത്തൊരു രാജാവിന്റെ ഉമ്മയ്ക്കും കിട്ടിയിട്ടില്ല, ഒരു ഡോക്ടറുടെ ഉമ്മയ്ക്കും കിട്ടിയിട്ടില്ല, ഒരു എഞ്ചിനീയറുടെ ഉമ്മയ്ക്കും കിട്ടിയിട്ടില്ല, ഒരു അംബാനിമാരുടെ മാതാവിനും കിട്ടിയിട്ടില്ല. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയാണ്. കാരണം ഇപ്പോൾ ശാഫി ഇമാം തങ്ങളെ അനുസരിച്ചുകൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്, ശാഫി ഇമാം പഠിപ്പിച്ച നിലക്കല്ലേ നമ്മൾ തഹിയ്യാത്ത് ഓതിയത്, ശാഫി ഇമാം തങ്ങളെ പഠിപ്പിച്ച രീതിയിലല്ലേ ഖുനൂത്ത് ഓതിയത്, ശാഫി ഇമാം പഠിപ്പിച്ച നിലക്കല്ലേ കൈകെട്ടി ഇശാ നിസ്കരിച്ചിട്ട് വന്നത്. ആ ശാഫി ഇമാമിനെ പിൻപറ്റുന്ന കോടാനുകോടി ജനങ്ങളില്ലേ, ആ വലിയ ഇമാമിന്റെ ഉമ്മയ്ക്ക് എത്ര വലിയ ഭാഗ്യമാണ്. അതുപോലെ ഒരു ഉമ്മയ്ക്കും ഇവിടെ ഭാഗ്യം കിട്ടിയോ? അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ മക്കൾ ആലിമീങ്ങളാകണമെന്ന് ചിന്തിക്കണം, സ്വാലിഹീങ്ങളാകണമെന്ന് ചിന്തിക്കണം, തഖ്വയോടെ ജീവിക്കണം. എല്ലാത്തിലും ഉപരി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ആ റസൂലുള്ളാഹിനെ ഒരു തവണയെങ്കിലും ഒന്ന് മനാമിൽ കാണണം. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് മനാമിൽ കാണണം. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, 70-ലേറെ തവണ ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, നസീബത്ത് ബിന്ത് കഅബ് റളിയല്ലാഹു അൻഹാ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് കാവലായി നിന്നിട്ട് ഇബ്നു ഖുമാ എന്ന ധിക്കാരി കുന്തം കൊണ്ട് തോളത്ത് ആഴത്തിൽ കുത്തിയപ്പോ നിലത്തേക്കങ്ങ് വീണുപോയില്ലേ മോളെ? ഒരു കൊല്ലം ചികിത്സിച്ചിട്ടല്ലേ ആ മുറിവ് മാറിയത്. ആ മുറിവ് പറ്റി കിടക്കുമ്പോഴും ആ ഉമ്മ മകനോട് പറയുന്ന, മോനെ റസൂലല്ലാഹ് എന്നെ നോക്കാതെ റസൂലുള്ളാഹിക്ക് സേവനം ചെയ്യുമോനെ. ഇത് പറഞ്ഞ മഹദിയവരുടെ പിൻഗാമികളായല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ നിർത്തുന്നു. മഹാനായ റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു ഞാൻ എൻ്റെ വേദികളിൽ ഒരുപാട് തവണ പറഞ്ഞ മഹാനാണ്. വല്ലാത്തൊരു ഭാഗ്യവാൻ തന്നെ റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു. ആരാണ്? ബുഖാരി ഇമാം തങ്ങളുടെ ഉസ്താദാണ്, മുസ്ലിമുൻ നൈസാബൂരിയുടെ ഉസ്താദാണ്, അബൂ ഈസ തിർമിദി തങ്ങളുടെ ഉസ്താദാണ്, അബ്ദുറഹ്മാൻ നസായി തങ്ങളുടെ ഉസ്താദാണ്, അബൂ ദാവൂദ് തങ്ങളുടെ ഉസ്താദാണ്, ഇബ്നു മാജ റഹിമഹുള്ളയുടെ ഉസ്താദാണ്. 6 ഹദീസിന്റെ ഉസ്താദുമാരുടെയും പരമ്പരയിൽപ്പെട്ട മഹാനാണ് റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. വഫാത്തായപ്പോൾ ജനാസ കടന്ന് ചിരിക്കുകയാണ്. ചിരിക്കുന്ന ജനാസ കണ്ടപ്പോൾ എടുത്ത് ഖബറിലേക്ക് കടത്താൻ തോന്നുന്നില്ല. അപ്പോഴാണ് സഹോദരാ ഒരശരീരി ഉയരുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്, റസൂലുള്ള ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ ജനാസ ഇവിടെ വെച്ചേക്കല്ലേ. ഉടനെ ജനാസ എടുത്ത് ഖബറിലേക്ക് കിടത്തുകയാണ്. ആലോചിച്ചു നോക്കുമോനെ, റസൂലുള്ളാഹിനെ കാണുന്ന ഖബറാണെങ്കിൽ കല്ലറയല്ല മണിയറയാണ്, മണ്ണറയല്ല സ്വർഗമാണ്. ആ റസൂലുള്ളാഹിനെ ഒരുപാട് തവണ മനാമിൽ സ്വപ്നത്തിലൊന്ന് കണ്ടിട്ട്
കണ്ണ് കുളിർക്കേ ഒന്ന് കാണാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ. എല്ലാ ഇമാമികളും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട് മോനെ. ഹബീബായ നബി തങ്ങളെ കാണാത്ത ഒരു ഇമാമും ഇല്ല. ഞാനത് നൂറുകണക്കിന് സീഡികളിൽ പറഞ്ഞിട്ടുണ്ട്. ഹബീബിന്റെ സൗന്ദര്യം 14 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ അത് വാങ്ങി കേൾക്കുമ്പോൾ എനിക്ക് ആഖിറത്തിൽ ഹബീബിന്റെ അടുക്കുന്നൊരു സ്നേഹം കിട്ടാനാണ്. പ്രിയമുള്ളവരെ, ഉമ്മമാരെ, സ്വലാത്ത് ദായിമാക്കണം. ദിവസേന രാവിലെയും വൈകുന്നേരവും ഒരു 10 വീതം സ്വലാത്ത് ചൊല്ലിയാൽ നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്ന് ഹദീസിലില്ലേ. അല്ലാഹുവേ, ഞങ്ങൾക്കത് ദായിമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. രാവിലെയും വൈകുന്നേരം ഒരു 10 സ്വലാത്ത് വീതം ചൊല്ലിയാൽ ഹബീബായ നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടും. അങ്ങനെ ഹബീബിലേക്കൊന്ന് ചേരാൻ സാധുക്കളായ ഞങ്ങൾക്ക് മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. മദീനയിലെത്തിക്കണേ അല്ലാഹ്. മദീനത്തെ മണ്ണായി ഞങ്ങളങ്ങ് മാറിയിരുന്നെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ്. ഹബീബായ നബിതങ്ങൾ കിടക്കുന്ന മണ്ണല്ലേ. അടുത്തതാ ഒരു മലയാളി പെണ്ണ് എഴുതിയ കവിത വായിച്ചപ്പോ ഞെട്ടിപ്പോയി. ഞാൻ മദീനത്തെ ഒരു കാറ്റായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ ശരീരം ഒന്ന് തഴുകി തടകാമായിരുന്നല്ലോ. ഞാനൊരു അറാക്ക് മരമായിരുന്നെങ്കിൽ ആ കൊമ്പ് റസൂലുള്ളാഹിന്റെ വായിൽ കിടന്നിങ്ങനെ കളിക്കുമായിരുന്നല്ലോ. എത്ര വലിയൊരു ഭാഗ്യമായിരുന്നേനെ. ഞാനൊരു ചെരുപ്പായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലിന്റെ അടിയിൽ ഇങ്ങനെ കിടന്ന് നടക്കാമായിരുന്നല്ലോ. ഞാനൊരു വസ്ത്രമായിട്ട് റസൂലുള്ളാഹിക്ക് അണിയാൻ കിട്ടിയിരുന്നെങ്കിൽ ആ പൂമേനിയിൽ ചേർന്നൊന്ന് കിടക്കാമായിരുന്നല്ലോ. ഞാനൊരു തലപ്പാവിന്റെ കഷ്ണമായിരുന്നെങ്കിൽ ഹബീബിന്റെ കിരീട സമാനമായ തലപ്പാവായിരുന്നെങ്കിൽ, അതൊന്നും എനിക്ക് പറ്റില്ലെങ്കിൽ فمتى أفوز بنظرة يا سيدي ومتى أكحل من ثراك جفوني. എപ്പോഴാണ് എനിക്ക് ഹബീബിനെ ഒന്ന് കാണാൻ കിട്ടുക? എപ്പോഴാണ് മദീനത്തെ മണ്ണെടുത്തൊന്ന് കണ്ണിൽ സുറുമ എഴുതാൻ പറ്റുന്നത്? അല്ലാഹുവേ, നല്ലൊരു മഹബ്ബത്ത് ഖൽബിൽ നിറച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആശിഖാക്കി തരണേ അല്ലാഹ്. മരിക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ പെരുമ പറഞ്ഞ് അതിലായി തന്നെ അങ്ങ് മരിപ്പിക്കണേ അല്ലാഹ്. ഇത്രകാലം ജീവിക്കാമെന്ന് ഒരാളോടും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പ മരിക്കണമെന്നാണെങ്കിൽ റബ്ബേ, ഹബീബിന്റെ കൈകൊണ്ട് സ്വീകരിക്കുന്ന ഒരു മരണം പരാതിയില്ല. ഞങ്ങളുടെ ആ നിലക്കുള്ള ഈമാനും ഇഷ്കും ഖൽബിൽ നിറച്ചു തരണം റഹ്മാനേ. اللهم صل على محمد يا رب صل عليه وسلم.